A small iron nail sinks in water, but a huge ship with tons of weight floats. Why this is happening? Have you ever seen or ever think about this case? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ? അതായത് ഒരു കുഞ്ഞാണി വെള്ളത്തിലിട്ടാൽ അത് മുങ്ങിപ്പോവുക ചെയ്യുന്നത്, അതിൻ്റെ സിങ്ക് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ വലിയ ടൺ കണക്കിന് ഭാരമുള്ള ഒരു ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് സീയിൽ. അതെങ്ങനെ സാധിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? യെസ്, വി ഹാവ് ടു എക്സ്പ്ലോർ ദിസ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. ഓക്കെ, now we can do a simple activity. For that we need a transparent bucket filled with 3/4 of water, and one more thing we need is a plastic bottle that should be closed. Okay, now what you have to do? You have to keep that closed plastic bottle on the surface of the water. What you can observe? പ്ലീസ് ടെൽ മീ. എന്താ മക്കളെ പറഞ്ഞത്? നമ്മളൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാനാണ് പോകുന്നത് അല്ലേ? ഫോർ ദാറ്റ് ആക്ടിവിറ്റി വി നീഡ് എ ബക്കറ്റ് അല്ലെ, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബക്കറ്റ് വേണം. അതിൽ 3/4 വാട്ടർ ഫിൽ ചെയ്തിരിക്കണം. പിന്നെ എന്തും കൂടി വേണം? വി നീഡ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും വേണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് വി ഹാവ് ടു കീപ് ദിസ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഓൺ ദി സർഫസ് ഓഫ് ദാറ്റ് വാട്ടർ. ഓക്കെ, ബക്കറ്റിലുള്ള വെള്ളത്തിന്റെ മുകളിൽ ഈ ക്ലോസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ അവിടെ വെക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? വാട്ട് ഡു യു ഒബ്സർവ് ആക്ച്വലി? എന്താണ് ഇത് കാണുന്നത്? യെസ്, ഇറ്റ് ഫ്ലോട്ട്സ് അല്ലേ? അതെന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി നടക്കുക ചെയ്യുന്നത്, ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴുകുക ചെയ്യുന്നത്. Now in the second case, the same activity. In the second case you have to do just push that plastic bottle down to the bucket. Okay, എന്താ ചെയ്യുന്നത്? ആ ബക്കറ്റിന്റെ അടിയിലേക്ക് മെല്ലെ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താ ചെയ്യുക? ഒന്ന് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുക, കൈകൊണ്ട് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുക. വാട്ട് ഡു യു ഫീൽ ജസ്റ്റ് റൈറ്റ് നൗ? എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? എന്താണ് ഫീൽ ചെയ്യുന്നത് മക്കളെ? യെസ്, വാട്ട് ഹാപ്പൻസ് ഹിയർ? യെസ്, യു ക്യാൻ ഫീൽ ദാറ്റ് എ റെസിസ്റ്റൻസ് വിൽ ബി ദെയർ അല്ലേ? നിങ്ങൾ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ when you are trying to immerse that into the water, you can feel a resistance, upward resistance. If you are releasing your hand, you can see that it is coming backward to the surface of the water. അല്ലേ? നിങ്ങൾ കൈ പെട്ടെന്ന് എടുത്ത് നോക്കിയേ, ആ വാട്ടർ ബോട്ടിൽ മേലേക്ക് പെട്ടെന്ന് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദിസ് ആക്ച്വലി ദി ബോട്ടിൽ ഇറ്റ്സെൽഫ് ഫീലിംഗ് ഗ്രാവിറ്റി ടുവേർഡ്സ് ഡൗൺവേർഡ്, ബട്ട് some force is there that makes it upward. Here in this case the water bottle is pushed up by the force, upward force, or by the water, and this upward force is actually preventing that water bottle from staying immersed. So we can check more activities related to this. Now we can discuss an example related to the second activity. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Okay, now you have to imagine that if you draw a bucket of water from the well, what you can feel or what you can experience? ഒരു കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം വലിക്കുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാൻ പറ്റുക? എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? യെസ്, ദി ബക്കറ്റ് ഓഫ് വാട്ടർ ഫീൽസ് ലൈറ്റർ അണ്ടിൽ ഇറ്റ്സ് കം ഔട്ട്. എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിലാവുമ്പോൾ ആ ബക്കറ്റിന് ലൈറ്റ് വെയിറ്റ് ആയിട്ടും അത് വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് പൊങ്ങി പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴെങ്കിലും വെള്ളം വലിച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് ഓൾസോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സം ഫോഴ്സ് ഓർ സംതിങ് ഈസ് ദെയർ ദാറ്റ് മേക്സ് ദിസ് weightful bucket is weightless or lighter weight inside the water. So we can check that one. അപ്പോൾ മക്കളെ, നിങ്ങളിനി കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തില്ല. കാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും മോട്ടർ ഉണ്ട് അല്ലേ? സോ വി ഡോണ്ട് നീഡ് ടു ജസ്റ്റ് ലൈക്ക് ഡ്രോ എ ബക്കറ്റ് ഓഫ് വാട്ടർ ഫ്രം ദി വെൽ. ആക്ച്വലി ഇറ്റ് ഇസ് എ നൈസ് എക്സസൈസ്, ബട്ട് നൗ വി ഡോണ്ട് നീഡ് ഇറ്റ്. ഇതുവരെ വെള്ളം വലിച്ച് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട, ഇനി വെള്ളം വലിച്ച് നോക്കാനൊന്നും പോകണ്ട. അത് മനസ്സിലാക്കാനായി വി ഹാവ് അനദർ എക്സ്പെരിമെൻറ്റ് ഓർ ആക്ടിവിറ്റി, എ സിമ്പിൾ ആക്ടിവിറ്റി വി ക്യാൻ ഡു വിത്ത് എ ബക്കറ്റ് ഓഫ് വാട്ടർ ആൻഡ് എ മഗ്. ഒരു മഗ്ഗും ഒരു ബക്കറ്റ് ഓഫ് വാട്ടറാണ് ഇതിന് വേണ്ടത്. അപ്പം വാട്ട് വി ഹാവ് ടു ഡു ഈസ് actually take that mug with a full of water. Actually ആ മഗ്ഗിൽ വെള്ളം എടുക്കുക and you have to immerse that mug inside the bucket of water. എന്ത് ചെയ്യണം? ആ ബക്കറ്റ് ഓഫ് വാട്ടറിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മഗ് എന്ത് ചെയ്യാം? അത് ഉള്ളിലേക്ക് കൊണ്ടുപോകുക. സോ ആഫ്റ്റർ ദാറ്റ് you have to try to lift up that mug from inside the bucket to outside. So you have to analyze that what is the case of inside the bucket when we are lifting the mug and what we are feeling outside the bucket when we are lifting the mug. രണ്ട് കേസാണ് നോക്കാനുള്ളത്. ഒന്ന് വെച്ചാൽ അതായത് ബക്കറ്റിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ നമ്മൾ ആ മഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, വെള്ളമുള്ള മഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫീൽ ചെയ്യുന്നു. സെക്കൻഡ് എന്താണ് മനസ്സിലാക്കുന്നത്? ആ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത മഗ്, അതിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഭാരം, എന്ത് രീതിയിലാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. So what is the difference actually you can experience? Yes, you are on the point actually, near to the answer. Yes, inside the bucket you can feel that the
കപ്പ് മഗ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആ വെള്ളം നിറച്ച കപ്പിന് എന്താണ് ലൈറ്റർ ആയിട്ടാണ് വെയിറ്റ് ഫീൽ ചെയ്യുന്നത് അല്ലേ. യു ക്യാൻ ഫീൽ എ ലൈറ്റർ വെയിറ്റ് ഓൺലി. ബട്ട് ആഫ്റ്റർ കമ്മിങ് ഔട്ട്വേർഡ് ഫ്രം ദി ബക്കറ്റ്, ബക്കറ്റിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് വെൻ യു ആർ ലിഫ്റ്റിംഗ് ദാറ്റ് മഗ് ഔട്ട്സൈഡ് ദി ബക്കറ്റ് യു ക്യാൻ ഫീൽ ദാറ്റ് മോർ വെയിറ്റ്, ദി റിയൽ വെയിറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? So here till now we discussed some activities and some cases. First we started with the iron nail and the ship. അല്ലേ, iron nail മുങ്ങുന്നു, ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുന്നു. What is the reason? And the second one is we have done the experiment with plastic bottle and a transparent bucket, and we tried to immerse that plastic bottle. That time also some force we have experienced അല്ലേ, upward ആയിട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. And the third case we discussed is what we will feel when we are draw a bucket of water from the well. കിണറ്റുന്ന വെള്ളം വലിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പം അതുപോലെ തന്നെ തേർഡ് എക്സ്പെരിമെന്റ് പറഞ്ഞത് മഗ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദി വാട്ടർ ആൻഡ് ഔട്ട്സൈഡ് ദി വാട്ടർ. സോ ഈ മൂന്ന് കേസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? ദർ ഈസ് സം ഫോഴ്സ് ഇൻസൈഡ് ദി വാട്ടർ, ഓർ വാട്ടർ ഈസ് ജസ്റ്റ് മേക്സ് എ ഫോഴ്സ് അപ്വേർഡ് അല്ലേ, മുകളിലോട്ടാണല്ലോ തള്ളുന്നത്, അതുകൊണ്ടാണല്ലോ നമുക്ക് ആ വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ് ആക്ച്വലി? why this is actually happening? ഈ മൂന്ന് കേസിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും an upward push is there, upward push or upward force is there that is actually acted by the water അല്ലേ. വെള്ളമാണ് മുകളിലോട്ട്, വാട്ടറാണ് മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പുഷ് അപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് കേസ് ആക്ച്വലി. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് നോൺ ഏസ് ബോയൻ ഫോഴ്സ്. വാട്ട്? ബോയൻ ഫോഴ്സ്. ഇൻ മലയാളം വി വിൽ ടെൽ ആസ് പ്ലവക്ഷമ ബലം. എന്താണ് മലയാളത്തിൽ ബോയൻ ഫോഴ്സിനെ നമ്മൾ പ്ലവക്ഷമ ബലം എന്നാണ് പറയുന്നത്.